അങ്ങനെ ആ യുദ്ധവും കഴിഞ്ഞു. സഞ്ജു സർവ്വസൈന്യാധിപനായി മുന്നിൽ നിന്നുകൊണ്ട് ആ യുദ്ധവും ജയിപ്പിച്ചു. ഇനി അഹമ്മദാബാദിൽ കലാശക്കളിയാണ്. ഇന്ത്യയുടെ ഇന്നലത്തെ വാങ്കഡെ സ്റ്റേഡിയത്തിലെ കളി അവലോകനം ചെയ്യുമ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ ചങ്കിടിപ്പ് കൂട്ടിയ ഒരു മത്സരം, അതിലൊക്കെ ഉപരി രണ്ട് വലിയ സ്കോറുകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. സഞ്ജുവിൻ്റെ ഇന്നിങ്സിനൊപ്പം തന്നെ പ്രാധാന്യം ഉണ്ടായിരുന്നു ബൗളർമാരായ ജസ്പ്രീത് ബുംറയുടെയും നമ്മുടെ അർഷദ്ദീപ് സിംഗിൻ്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും അവസാന ഓവറുകൾക്ക്. എന്ത് തോന്നുന്നു? സഞ്ജു ആണ് ബാറ്റ് ചെയ്തെങ്കിലും ഇത്രയും വലിയ സ്കോറാണ് അത് ചേസ് ചെയ്യുമ്പം ഇംഗ്ലണ്ട് ഇന്ത്യ കളിച്ചതിനേക്കാൾ മുകളിലേക്ക് പോയി തന്നെയാണ് അവർ ആ പ്രകടനം മുന്നോട്ട് കൊണ്ടുപോയി, ഈ ചേസിങ് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ബുംറയുടെ പ്രകടനം അതായിരിക്കും ഏറ്റവും വലിയ നിർണായം. ഇന്നലെ തന്നെ പറഞ്ഞു ബുംറ എറിഞ്ഞാൽ മാത്രമേ ജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. കാര്യം T20 ക്രിക്കറ്റിൽ 20 ഓവറാണ് നമുക്ക് ഉള്ളതെന്നറിയാം. അപ്പോൾ ഒരു ബൗളർക്ക് എറിയാൻ പറ്റുന്നത് 4 ഓവറാണ്. ഒരു വലിയ ഒരു ഹൈ സ്കോറിങ് മാച്ചസിൽ ഒരു ബൗളർ തന്നെ 4 ഓവർ നേരെ എറിഞ്ഞാൽ ആ ടീമിന് ജയിക്കാൻ പറ്റും. അതായത് ഈ വലിയ ഹൈ സ്കോറിങ് മത്സരത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇന്നലത്തെ കളിയിലും അതാണ് സംഭവിച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ബൗളർമാരും അടി വാങ്ങിക്കുമ്പോഴും ജസ്പ്രീത് ബുംറയ്ക്ക് അവസാന 2 ഓവറുകൾ ടൈറ്റ് ചെയ്ത് എറിയാൻ പറ്റി. ടൈറ്റ് ചെയ്ത് എറിയാൻ പറ്റുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ബോളർ 6 റൺസ് അല്ലെങ്കിൽ 7 റൺസ് മാത്രമേ ഒരു ഓവറിൽ വിട്ടുകൊടുക്കുന്നുള്ളൂ എന്ന സ്ഥിതി വരുമ്പം ഈ റൺ റേറ്റ്, റിക്വയർഡ് റൺ റേറ്റ് ക്രമാതീതമായിട്ട് കൂടും. അപ്പം അനാവശ്യ റിസ്കുകൾ അടുത്ത ബോളറിൽ എടുക്കാൻ പറ്റുന്നു. അതേപോലെ അർഷ്ദീപിൻ്റെ ഒരു ഓവറുണ്ട്. അങ്ങനെ അർഷ്ദീപിൻ്റെ ഓവറിൽ അവസാന 2 പന്തുകൾ അടിച്ചെങ്കിലും ആദ്യത്തെ 4 പന്തുകൾ ഉണ്ടാക്കിയ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. ഈ സമ്മർദ്ദവും ജസ്പ്രീത് ബുംറയുടെ ഒരു യോർക്കറുകൾ കൊണ്ട് മായാജാലം സൃഷ്ടിച്ച ആ ഓവറുമാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ യുവ താരം ഇന്ത്യയെ ഇന്നലെ കഴിച്ചാണ്. അത് പറയുമ്പോഴാണ് അർഷദീപ് സിംഗിൻ്റെ ആ ഓവറിൽ നമുക്ക് സത്യത്തിൽ ദേഷ്യം വന്നത്. അവസാനം 2 ബോൾ അദ്ദേഹം വൈഡ് എറിഞ്ഞു. നമ്മൾ ഓഫ് സ്റ്റമ്പിന് വെളിയിൽ ഒരുപാട് വൈഡായിട്ട് എറിഞ്ഞു. ഇപ്പം 2 ബോൾ പോയി കഴിയുമ്പോൾ ഞാൻ ആ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇയാൾ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷെ അത് കൃത്യമായ ഗെയിം പ്ലാൻ ആണെന്ന് ആ 2 വൈഡിൻ്റെ എക്സ്ട്രാ ബോൾ വന്നത് എറിഞ്ഞ് ലാസ്റ്റ് ബോൾ എറിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. ആ ഓഫ് സ്റ്റമ്പിന് വൈഡായിട്ട് എറിഞ്ഞ ആ ബോളിൽ കയറി തൂങ്ങിയതിൻ്റെ വിൽ ജാക്സ് അടിച്ച ബോൾ ഇങ്ങനെ ക്യാച്ച് ചെയ്യായിരുന്നു. അക്സർ പട്ടേൽ അസാധ്യമായ ഒരു ക്യാച്ചായിരുന്നു. അത് എടുത്തിട്ട് ദുബൈയുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തത്. അവിടെയാണ് സത്യത്തിലെ കളിയുടെ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. നമ്മൾ ഇന്നലെ നടത്തിയ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് വാച്ച് ഒരു ചർച്ച ഇന്ന് നടത്തില്ല. അത് നമ്മൾ അപ്പോഴേ പറഞ്ഞില്ല, വിൽ ജാക്സിനെ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും അയാളെ സൂക്ഷിക്കണം. കാരണം അയാളാണ് ഇന്നലെ സഞ്ജുവിൻ്റെ അടക്കം വിക്കറ്റ് എടുത്തത്. അതുപോലെ ബാറ്റ് കൊണ്ട് അയാൾ ഗംഭീര കളി കളിച്ചു. സാം കറാൻ കളിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ആ ഒരു സാം കറാന് മുമ്പ് വന്നിട്ട് അയാൾ കളിച്ച കളി ബദലുമായിട്ട് ചേർന്നുള്ള ആ ഒരു ഇന്നിങ്സ് കെട്ടിപ്പടുത്തതിലാണ് ശരിക്കും ഇംഗ്ലണ്ട് വിജയം മണത്തത്. പക്ഷേ ഈ 3 ഓവറുകൾ ഇപ്പം ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും അർഷദീപ് സിംഗ് ആണെങ്കിലും ബുംറ ആണെങ്കിലും ആ 3 ഓവറുകൾ ടൈറ്റ് ചെയ്തെറിഞ്ഞു. അത് 10 റൺസിൽ കൂടുതൽ വിട്ടുകൊടുക്കാത്ത ഓവറുകളായിട്ട് അത് ചുരുങ്ങിയതോടെയാണ് ഈ കുഴപ്പമുണ്ടായത്. ഈ ഹാർദിക് പാണ്ഡ്യ എറിയാൻ വന്നപ്പോൾ തന്നെ ഇന്ത്യ ഏതാണ്ട് ജയിച്ചു കഴിഞ്ഞു. അതിന് 2 ഓവറിനപ്പം 39 റൺസ് വേണം. അതെ. അപ്പോൾ ഒരു അത്യത്ഭുതങ്ങൾ നടന്നാൽ മാത്രമേ പിന്നെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഈ സമ്മർദ്ദത്തിലേക്ക് ഇംഗ്ലണ്ടിനെ എത്തിച്ചത് ബുംറയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജയിച്ചത്. ആ ഒരു സമ്മർദ്ദം. അതേസമയം ആ ബുംറയുടെ ഓവറിൽ ഒരു 5 റൺസും കൂടെ വന്നിരുന്നെങ്കിൽ പോലും ഈ 39 എന്നുള്ളത് ഒരു 34 ആയെങ്കിൽ പോലും അവർ വളരെ ഈസി ആയിട്ട് അത് അതിജീവിച്ചേനെ. അതാണ് സഞ്ജു സാംസൺ അത് കൃത്യമായി വിലയിരുത്തി. ഈ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം മേടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് എനിക്ക് കിട്ടേണ്ടതല്ല, ഇത് ബുംറയ്ക്ക് കിട്ടേണ്ടതാണ് എന്ന് അദ്ദേഹമാണ് ഈ കളിയിൽ ഇന്ത്യയെ മടക്കി കൊണ്ടുവന്നത് എന്ന് പറയാം. പക്ഷേ നമ്മുടെ ഈ വരുൺ ചക്രവർത്തി എന്ന് പറയുന്ന മിസ്റ്ററി സ്പിന്നർ ഇപ്പോൾ സ്ഥിരം തല്ലുപുള്ളിയായി മാറിയിരിക്കണം. പിന്നെ ഫ്ലാറ്റ് വിക്കറ്റാണ്, അതിനകത്ത് അയാൾക്ക് കാര്യമായിട്ട് മിസ്റ്ററി സ്പിന്നർ എന്ന് പറയുമ്പം പുള്ളിക്ക് ഒരുപാട് മിസ്റ്ററിയാണ്. പക്ഷേ ഇന്നത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. അത് വെച്ചിട്ട് അവർക്ക് അനലൈസ് ചെയ്യാനും പുള്ളിയുടെ വിരലുകളുടെ ചലനമൊക്കെ ഈ ബാറ്റ്സ്മാൻമാർക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പുള്ളിയെ വളരെ ഈസി ആയിട്ട് അടിക്കാവുന്ന തരത്തിൽ വളരെ കൂളായിട്ടാണ് പുള്ളിയെ 6 അടിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുള്ളിയുടെ വിരലും പുള്ളിയുടെ മൂവ്മെന്റ്സും ഒക്കെ ഇവർ അനലൈസ് ചെയ്യുകയും പുള്ളി ഏത് പന്താണ് എറിയാൻ പോകുന്നതെന്ന് പോലും നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇവര് കളിക്കുന്നത്. അതൊരു വലിയ പ്രതിസന്ധിയായി. അതായത് ഒരുപാട് വിക്കറ്റ് നേടുകയും ഒരുപാട് സൂപ്പറാണെന്ന് ലോകം പറയുകയും ചെയ്യുന്ന ബോളർമാരെ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എതിരാളികൾ കൂലങ്കഷമായി പഠിക്കുമെന്നതിൻ്റെ ഒരു തെളിവാണ് ഈ സാധനം.
പക്ഷേ ഇന്നലെ കൃത്യമായ വിക്കറ്റിന് പിന്നിൽ നിന്ന് സഞ്ജു കൊടുത്ത ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ ബട്ട്ലറുടെ വിക്കറ്റ് എടുക്കാൻ സാധിച്ചത്. കാരണം ആദ്യത്തെ 2 പന്ത് 6ഉം 2-3 പന്ത് 6 അങ്ങോട്ട് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ തകർന്നുപോയി. അപ്പോഴാണ് ഇയാളുടെ ബോളിങ്ങിൻ്റെ ഇന്ന രീതിയിൽ ബോൾ എറിയണം എന്ന് സഞ്ജു അയാളോടൊന്ന് പറയുന്നു. അടുത്ത ബോളിൽ അത് കാര്യം ഞാൻ ബട്ട്ലർ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിൻ്റെ കൂടെ കളിച്ച ആളാണ്. ഒരുപാട് കാലം പുള്ളിയുടെ വിക്കറ്റ് കീപ്പർ മറ്റേ പരിശീലന മത്സരത്തിൽ കാണുകയും ബട്ട്ലറിനെ പുള്ളിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യും. അതിൻ്റെ ഗുണം ആയിരിക്കാം ഒരുപക്ഷെ അതിൽ പ്രതിഫലിച്ചത്. നമ്മൾ ഇന്നലെ പ്രവചിച്ചതുപോലെ തന്നെ, നമ്മൾ ഇന്നലെ ഇതേ രീതിയിലുള്ള ചർച്ചയിൽ നമ്മൾ പ്രവചിച്ചതുപോലെ തന്നെ ബട്ട്ലർ ഇന്നലെ കയറി അടിച്ചു. നമ്മൾ ഇത്രയും ദിവസം എഴുതി തള്ളിയിരുന്ന ആളാണ്. ഇന്നലെ പുള്ളിയാണ് ശരിക്കും ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് അവർക്ക് കൊടുക്കുന്നത്. ആദ്യമേ അവരുടെ സാൾട്ട് പോയതിന് ശേഷം പുള്ളി നല്ല കൃത്യമായിട്ട് അടിച്ച് റൺ റേറ്റ് കൂട്ടി കൊണ്ടുവരുന്ന ഒരു സമയം ബട്ട്ലർ നിന്നിരുന്ന അപകടകരമായി പോയി. അല്ല, കണക്ക് കൂട്ടലുകളിലൂടെ കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ് ബട്ട്ലർ. പുള്ളിക്ക് അറിയാം ഇന്നിങ്സ് പുള്ളിക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത്രയും 250 റണ്ണാണ്, അതെങ്ങനെ കൊണ്ടുപോകണം, ആദ്യത്തെ അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. അതുകൊണ്ടാണ് ഇത്രയും വയസ്സായിട്ടും ഒരു T20 ടീമിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ബട്ട്ലർ നിൽക്കുന്നത്. ഇപ്പൊ രോഹിത് ശർമ്മ എന്ന് പറയുന്ന താരത്തിന് പ്രതിഭക്കുറവൊന്നുമല്ല, പ്രായം കൂടുകയത് കൊണ്ട് മാത്രം നമ്മൾ പുറത്തിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെ പോലെ ഇത്രയും പ്രതിഭ, അവിടുത്തെ കൗണ്ടി ക്രിക്കറ്റ് വളരെ സ്ട്രോങ് ആണ്, അവിടെ 2020 പ്ലെയേഴ്സ് ഒരുപാടുണ്ട്, കുറച്ചും കൂടെ ശാരീരിക ക്ഷമതയുള്ള പ്ലെയേഴ്സൊക്കെ വളരെ ഇന്ത്യയേക്കാൾ വളരെ കൂടുതലാണ് ഇംഗ്ലണ്ടിൽ. എന്നിട്ടും ബട്ട്ലറിന് അവിടെ സ്ഥാനം കിട്ടുന്നു. ആ സ്ഥാനം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു കളിയെ പുള്ളി നോക്കിക്കാണുന്ന പ്രത്യേകതകൾ, കളിയെ കൊണ്ടുപോകാനുള്ള പുള്ളിയുടെ കപ്പാസിറ്റിയൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് പുള്ളിയെ ഒരു ചേട്ടനെ പോലെ അല്ലെങ്കിൽ എല്ലാവർക്കും ഗുരുസ്ഥാനീയനായ ഒരാളെ പോലെ T20 ടീമിൽ ഈ ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഇന്നലത്തോടുകൂടി സഞ്ജുവിനെ ഇന്ത്യൻ ക്രിക്കറ്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞു. കാരണം ഒരു മേജർ ടൂർണമെൻറ്റ് തുടർച്ചയായ 2 ബിഗ് ഇന്നിങ്സുകൾ, ആ 2 ഇന്നിങ്സുകളും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുന്നു. അതായത് ക്വാർട്ടർ ഫൈനലിൻ്റെ പകിട്ടുണ്ടായിരുന്ന മാച്ചായിരുന്നു വെസ്റ്റ് ഇൻഡീസുമായിട്ട്. അവിടെ ഏകപക്ഷീയമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റ കളി കൊണ്ട് മാത്രമാണ് അന്ന് ഇന്ത്യ സെമിയിലോട്ട് വന്നത്. ഈ സെമിയിലും അദ്ദേഹം ഇന്ത്യ ഒറ്റയ്ക്ക് തോളിലേറ്റി എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു ക്യാച്ച് ക്യാപ്റ്റൻ കളഞ്ഞു, ഹരി ബ്രൂക്ക് ഒരു ക്യാച്ച് കളഞ്ഞല്ലോ സഞ്ജുവിൻ്റെ. ആ ഒരു ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മത്സരത്തിൻ്റെ ഗതി വേറൊന്നാകുമായിരുന്നു. അഭിഷേക് ശർമ്മ പതിവ് പോലെ ഇപ്പോഴും ഫോം കണ്ടെത്താൻ പുള്ളിക്ക് സാധിക്കുന്നില്ല. അഭിഷേക് ശർമ്മയ്ക്ക് ഇഷാൻ കിഷൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് പുള്ളിയുടേതായിട്ടുള്ള ഒരു കളിയാണ് കളിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇന്നലെ നല്ലൊരു മൂവ് അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇഷാനും ഔട്ടായതിനു ശേഷം ഒരു ശിവം ദുബൈയെ വിട്ടു. ശിവം ദുബൈ ഇന്നലെ ദൗർഭാഗ്യകരമായി റണ്ണൗട്ടായില്ല എന്നെങ്കിൽ ഇന്ത്യയുടെ സ്കോർ 270-നും 280-നും ഇടയ്ക്ക് പോയി. കാരണം അയാൾക്ക് നമ്മൾ പറഞ്ഞ പോലെ ബിഗ് ഹിറ്ററാണ്. അടിക്ക് ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അതല്ല, സ്പിന്നേഴ്സിനെ കളിക്കാനുള്ള പുള്ളിയുടെ ഒരു പ്രത്യേക കഴിവുണ്ട്. ഇപ്പം ഈ ആധുനിക ക്രിക്കറ്റിൽ സ്പിന്നേഴ്സിനെ അങ്ങനെ കളിക്കാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് പണ്ട് ഇന്ത്യക്കാരായിരുന്നു സ്പിൻ ക്രിക്കറ്റിനെ നന്നായിട്ട് കളിക്കും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ കാലം മാറി. ഇന്ത്യക്കാർക്ക് ഇപ്പോൾ സ്പിന്നേഴ്സിനെ കളിക്കാൻ പറ്റുന്നു. അതിൻ്റെ ഇടയിൽ വന്ന ഒരു ജമ്മാണ് ശിവം ദുബൈ. മറ്റ് ടീമുകളിൽ മികച്ച സ്പിന്നർമാരുണ്ടാവുന്നു, ഇംഗ്ലണ്ട് ആവട്ടെ ന്യൂസിലൻഡ് ആവട്ടെ, ഇവിടെയൊക്കെ നല്ല സ്പിന്നർമാരുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അത്രയും ക്വാളിറ്റിയുള്ള ദീർഘകാലം നിൽക്കുന്ന സ്പിന്നേഴ്സിനെ ഉണ്ടാക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബാറ്റ്സ്മാൻമാർക്ക് ഈ സ്പിന്നേഴ്സിലുള്ള ഒരു പരിചയ കുറവ് വളരെ വ്യക്തമാണ്. ഇന്ത്യക്ക് പഴയ ഇപ്പം CP എന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരൊക്കെ വളരെ അപൂർവമാണ്. പണ്ടെന്ന് എല്ലാവരും നന്നായിട്ട് CP ചെയ്യും, എവിടെ വേണമെങ്കിലും CP ചെയ്യും, ലെഗിൽ എവിടെ വേണമെങ്കിലും CP ചെയ്ത് കളയുന്ന ബാറ്റ്സ്മാൻമാരായിരുന്നു ഇന്ത്യ. അപ്പം ശിവം ദുബൈ എന്ന് പറഞ്ഞാൽ അതിലൊരു അപവാദമാണ്. പുള്ളിയുടെ സ്ട്രോങ്നെസ്സും പിന്നെ സ്പിന്നേഴ്സിനെ പുള്ളി പെട്ടെന്ന് ക്ലിയർ ചെയ്യും, പിക്ക് ചെയ്യും, ബോൾ പിക്ക് ചെയ്യും പെട്ടെന്ന്. പിക്ക് ചെയ്താലും ഗ്രൗണ്ട് വെളിയിലാണ്. അതുകൊണ്ടാണല്ലോ മിസ് ഹിറ്റ് വരുന്നത്. അപ്പം ശിവം ദുബൈ ഇറക്കിയത് ആണ് ഏറ്റവും കൃത്യമായ ഒരു തീരുമാനമായിരുന്നു ആ ഒരു ഭാഗം. പിന്നെ അതുപോലെ സഞ്ജുവിൻ്റെ കളി എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ 2 കളിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ പക്വതയാർന്ന കളിയാണ് കളിക്കുന്നത്. ഗ്രൗണ്ട് ഷോട്ടുകളാണ് പുള്ളി കളിക്കുന്നത്. നമ്മൾ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ബൗണ്ടറിയിലേക്ക് പുള്ളി ലക്ഷ്യം വെച്ചു. പുള്ളി ഇന്നലെ തന്നെ ഒരു സ്ക്വയർ കട്ട് ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി നന്നായിട്ട് ഒരു ബോൾ ഡ്രൈവ് ചെയ്തു, പിന്നെ ഒന്ന് ഗ്ലാൻസ് ചെയ്ത് വിട്ടു. എല്ലാ കളി കോപ്പി ബുക്ക് സ്റ്റൈൽ എല്ലാ കളി അദ്ദേഹം കളിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി ഇത് കളിക്കുന്നില്ലായിരുന്നു. പുള്ളി ഇറങ്ങുക, അടിക്കുക, അല്ലെങ്കിൽ ഹുക്ക് ചെയ്യുക എന്ന് അങ്ങനെയുള്ള ഷോട്ടുകളിലൂടെ മാത്രം. അതിൽ ഇന്നലെ ഒരു സ്ലോ ബോൾ പുള്ളി ക്രീസിൽ നിന്നിട്ട് 6 അടിച്ചു. ക്രീസിൽ വളരെ വെയിറ്റ് ചെയ്തിട്ട്, പുള്ളി പന്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മറ്റത് പന്തിന് പിന്നാലെ പുള്ളി ഇറങ്ങി ഓടുകയായിരുന്നു. അപ്പം ഇപ്പം ആധുനിക ക്രിക്കറ്റിലെ ഈ സ്ലോ ബോൾസ് കൂടുതൽ വരുമ്പോൾ എപ്പോഴും നമ്മളെ അത് ശരിയാ. ഇല്ല, ഉസ്മാൻ താരിഖ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ബൗളർ, അയാൾ ഇങ്ങോട്ട് വന്ന് കാല് പൊക്കി ഒരു 2 സെക്കൻഡ് നിന്നതിന് ശേഷം ലാൻഡ് ചെയ്ത് പിന്നെ ഒരു 2 സെക്കൻഡ് നിന്നതിന് ശേഷമാണ് അയാൾ ബൗൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് വലിയ മിസ്റ്ററിയാന്ന് എല്ലാവർക്കും. പക്ഷേ കഴിവുള്ള ബാറ്റ്സ്മാൻമാർ എന്ത് ചെയ്തു?
നീ ഇനി അവൻ എറിഞ്ഞ് കഴിഞ്ഞ് ബോളിങ് വന്നതിന് ശേഷമാണ് അവർ മൂവ് ചെയ്യാൻ. അതെ അതെ. ഇപ്പൊ 2 കളികൾ കൊണ്ട് സഞ്ജുവിന്റെ ഏറ്റവും വലിയ മാറ്റം, സഞ്ജു പന്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ക്രീസിൽ. പന്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം, ഹുക്ക് ചെയ്യാം, പുള്ള് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ നമ്മൾ അടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അവിടെ ബോളർക്ക് നല്ല ബോളറാണെങ്കിൽ നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ആ ട്രാപ്പിലാണ് സഞ്ജു വീണ്ടും. അതുപോലെ സ്ട്രേറ്റ് ഡ്രൈവ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതായത് സഞ്ജു കുറെ കാലം കൊണ്ട് ക്രോസ് ബാറ്റ് ആണ് കളിച്ചോണ്ടിരുന്നത്. ഇപ്പം പുള്ളി ക്രോസ് ബാറ്റ് വളരെ കുറച്ചു, കഴിയുന്ന സ്ട്രേറ്റ് ബാറ്റ് കളിക്കുന്നു, പിന്നെ ഓഫിലോട്ട് കളിക്കുന്നു. ലെഗിലോട്ട് അനാവശ്യമായിട്ട് പാഴ് ഷോട്ടുകൾ കളിക്കുന്നില്ല എന്നുള്ളതാണ് സഞ്ജു 2 കളികൾ കൊണ്ട് ചെയ്തത്. ഇന്നലെയും പുള്ളി ഒരു എന്താണ് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ടാണ് മറ്റേ ക്യാച്ച്, അതിന് പിന്നാലെ പാഞ്ഞിട്ടാണ് മറ്റേ ക്യാച്ച് കൊടുക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ക്യാച്ച് വിട്ടു. പിന്നെ ആ തെറ്റ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. സഞ്ജുവിന്റെ ഇതുവരെയുള്ള കളികൾ നമ്മൾ നോക്കിയാൽ സഞ്ജു ഒരു ചാൻസ് കൊടുത്ത് മിസ്, അത് പോയി കഴിഞ്ഞാൽ സഞ്ജു അടുത്ത പന്തിൽ തന്നെ ഔട്ടാവും. അതെ, അതാണ് കണ്ടോണ്ട് സഞ്ജു അങ്ങനെയാണ്, സഞ്ജുവിന്റെ രീതി അതാണ്. ലൈഫ് കിട്ടി കഴിയുമ്പോൾ പുള്ളി അത് മുതലാക്കാൻ ശ്രമിക്കാറില്ല. പക്ഷെ ഇന്നലെ അതല്ല, പുള്ളി ആ ലൈഫിൽ നിന്ന് വീണ്ടും പെട്ടെന്ന് പഠിച്ചു. പുള്ളി പിന്നെ ക്രീസിൽ തന്നെ നിന്നു, പുള്ളി റിസ്ക് ഒന്നും എടുത്തില്ല. പുള്ളിക്ക് അതൊരു വലിയ ഇന്നിങ്സ് ആവണം എന്ന് തോന്നും. പിന്നെയും ഒരു കാര്യമുണ്ട്, സഞ്ജുവിന് വേണമെങ്കിൽ ഇന്നലെ ഇത്രയും റൺസ് എടുത്തു, അപ്പം ഒരു 13 ഓവർ എന്തോ ആയുള്ളൂ ആ സമയത്ത്, വേണമെങ്കിൽ 2 ഓവർ കൊട്ടി സെഞ്ചുറിയൊക്കെ അടിക്കാം. അപ്പോൾ സഞ്ജു അത് ചെയ്യുന്നില്ല, വീണ്ടും 6 അടിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനെപ്പറ്റി കമന്റ് അവാർഡ് ഇത് മാൻ ഓഫ് ദി മാച്ച് വാങ്ങിക്കുമ്പോൾ സഞ്ജുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സെഞ്ചുറിക്ക് വേണ്ടി കളിച്ചില്ല. അപ്പോൾ സെഞ്ചുറിക്ക് വേണ്ടി കളിക്കുകയല്ല, റൺസ് എടുക്കുക, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ടീം സ്കോർ ഉയർത്തുക. ആദ്യം കുറച്ചൊന്ന് സ്ലോ ആയിട്ടാണ് കളിച്ചത്, അത് നിലയുറപ്പിക്കാനാണ്, നിലയുറപ്പിച്ച് കഴിഞ്ഞു. പിന്നെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ, പ്രത്യേകിച്ച് ഒരു ലോകകപ്പിൻ്റെ സെമി ഫൈനലിലൊക്കെ ഒരു ബാറ്റ്സ്മാൻ കളിക്കുമ്പോൾ സെഞ്ചുറി നേടുക പറ്റിയാൽ ഉണ്ടാവുന്ന അതിൻ്റെ ഒരു ഹൈപ്പ് പുള്ളിക്ക് അറിയാം. എല്ലാവരും അതിനുവേണ്ടി കളിക്കും. 89 ഇത്രയും സ്കോർ കൂടുതലാണ്, ശിവൻ ദുബെ നിൽപ്പുണ്ട്, നമുക്കൊന്ന് മാറിക്കൊടുത്തേക്കാം, അവൻ അടിച്ചോട്ടെ എന്ന് വെച്ചാൽ നമുക്ക് സേഫായിട്ട് അത് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെയും പുള്ളി അത് ചെയ്യാതെ സ്കോർ ഉയർത്തുക എന്ന് പറയുന്ന ഒരു തന്ത്രം. അതിന് വേറൊരു കാര്യമുണ്ട്, വിക്കറ്റുകൾ അപ്പം വലുതായിട്ട് വീണിട്ടില്ല, 2 വിക്കറ്റ് വീണിട്ടുള്ളൂ. പിന്നെ ഒരു വലിയ പട തന്നെ ഇറങ്ങാറുണ്ട്, ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ഹിറ്ററാണ്. ഇന്ത്യയുടെ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യയാണ്. കാരണം അയാൾക്ക് ഈ വിക്കറ്റ് നിർണായകമായിട്ട് ഇന്നലെ തന്നെ ഫസ്റ്റ് ബോളിൽ തന്നെ വിക്കറ്റ് എടുത്തില്ല. ഫസ്റ്റ് ഓവറിൽ തന്നെ വിക്കറ്റ് വേണം. അതുപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് ബോൾ 6 അടിക്കാൻ കഴിവുള്ള ബാറ്റ്സ്മാനാണ്. ഫീൽഡിലാണെങ്കിലും എങ്ങനെ പോലും ഒരു 10 റൺസ് തടഞ്ഞിടാൻ കഴിവുള്ള ഒരു പ്ലെയർ. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇന്ന് വരുൺ ചക്രവർത്തി ഉണ്ട്, അക്ഷർ പട്ടേലുണ്ട്, പിന്നെ ബോൾ ചെയ്യാൻ തിലക് ഉണ്ട്, അങ്ങനെ കുറേ പേര് ബോൾ ചെയ്യാനുണ്ട്. ഒരു പേസ് ബോളറെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതുകൊണ്ടാണ് ശിവം ദുബൈക്ക് ലാസ്റ്റ് ഓവർ എറിയേണ്ടി വന്നത്. പക്ഷേ അതിനകത്ത് നമുക്കറിയാം, നമ്മുടെ പല സുഹൃത്തുക്കളും ഫേസ്ബുക്കിൽ ശിവൻ ദുബൈയെ തെറി പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷേ അത് ആ കളിയെ അത് വിലയിരുത്താൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ശിവം ദുബൈ ആദ്യത്തെ 3 ബോളിൽ അദ്ദേഹം സേഫാക്കി, ഇന്ത്യയെ സേഫാക്കി. ആദ്യത്തെ 3 ബോളിൽ നിന്ന് 1 റൺസാണ് അയാൾ കൊടുത്തത്. അതിനകത്ത് എനിക്കൊരു വിക്കറ്റും പോയെന്ന് തോന്നുന്നു. റൺഔട്ടായില്ലേ, 3 ബോൾ 6 അടിക്കാൻ ഇട്ട് കൊടുക്കുന്നതാണ്. നോ ബോൾ ആവരുത്, വൈഡ് ആവരുത്. അതറിയാതാണ് നമ്മളെല്ലാവരും പറയുന്നത് അയാൾ ചെന്ന് ഇട്ട് കൊടുത്തു. കാരണം അത് കൃത്യമായിട്ട് നേരെ സ്ലോയിൽ ഒരു 2-3 ബോൾ ഇട്ട് കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം ഇത് വൈഡ് ആവാം, നോ ബോൾ ആവാം, എങ്കിൽ അവർക്ക് എക്സ്ട്രാ ബോൾസ് എറിയേണ്ടി വരും. അപ്പൊ എക്സ്ട്രാ ബോൾ എറിയുന്നത് ഒഴിവാക്കുക. പിന്നെ ഇപ്പൊ ശിവൻ ദുബെ 3 6 അടിച്ച ശിവൻ ദുബെ അത് ബാധിക്കുന്നില്ല. ബുംറയെ ബാധിച്ച ബുംറയുടെ കരിയറൊക്കെ അതിനെ ബാധിക്കും. ശിവൻ ദുബെ പാർട്ട് ടൈം ബോളറാണ്. അപ്പൊ പുള്ളിക്ക് എറിഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് പിന്നെ ഏറ്റവും നല്ല ഒരു മൂവായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ, ഇപ്പം ശിവൻ ദുബയെ കിഷന് പിന്നാലെ വിട്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നല്ല മൂവാണ് ലാസ്റ്റ് ഓവർ ദുബൈക്ക്. ദുബൈ എനിക്ക് തോന്നുന്നു അവസാന ഓവറിൽ ഒരു വൈഡ് എറിഞ്ഞു എന്ന് തോന്നുന്നു. അല്ല, അതാണ് ഏറ്റവും കാരണം. അല്ലെങ്കിൽ അവിടെ ആ ഓവർ എറിയേണ്ട അക്സർ പട്ടേലാണ്. അക്സർ പട്ടേൽ എറിഞ്ഞിരുന്നെങ്കിൽ ആ ഓവറിൽ ഇന്ത്യ കളി തോറ്റു. ചിലപ്പോൾ 4 6 വരാം. നമുക്കത് പറയാൻ പറ്റില്ല. കാരണം പുള്ളി ബാറ്റ് ചെയ്യുന്നുണ്ട്. ബദൽ ഉണ്ടായിരുന്നല്ലോ, ബദൽ റൺഔട്ടായത് ലാസ്റ്റ് ഓവറിലല്ലേ. അയാൾക്ക് എന്തും അടിക്കാനുള്ള കഴിവുണ്ട്. അതിന്റെ അയാളുടെ മുന്നിലോട്ട് സ്പിന്നറെ എടുത്തിട്ട് കൊടുത്ത് അയാൾ കൂളായിട്ട് അയാൾ പൊക്കി അടിച്ച് കളി ജയിപ്പിച്ചേനെ. ഒരു ഓവർ പണ്ട് റിങ്കു സിംഗ് അടിച്ച പോലെ 5 ബോളും 6 അടിച്ച് ജയിപ്പിച്ചേനെ. അതുപോലെ നമ്മൾ ഇന്നലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ സഞ്ജു ഇപ്പോൾ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയി. കാരണം സഞ്ജുവിന് മേൽക്കോയ്മ നേടിക്കൊണ്ടിരുന്ന എല്ലാ ബൗളേഴ്സിനെ അയാൾ കൈകാര്യം ചെയ്തു. ആർച്ചറിനെ ഭയങ്കര പേടിയായിരുന്നു സഞ്ജു. ആർച്ചറിന്റെ പന്തിൽ വളരെ ഭീതിയോടെയാണ് നമ്മളൊക്കെ സഞ്ജു ബാറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഇന്നലെ എന്ത് സംഭവിച്ചു? ഇന്നലെ വന്നത് 6ഉം 4ഉം അടിച്ച് ആർച്ചറിന്റെ ആ ഒരു ആത്മവിശ്വാസം ഇല്ലാതാക്കി. പക്ഷെ അതിനുവേണ്ടി പുള്ളി അനാവശ്യമായിട്ട് ഒരു റിസ്ക് ഒന്നും എടുത്തില്ല. ആർച്ചറിനെ വളരെ മനോഹരമായി പുള്ളി കൈകാര്യം ചെയ്യായിരുന്നു, കളിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ ഈ ഹസരംഗ എന്ന് പറയുന്ന ആള് എപ്പോൾ അറിയാമെന്നില്ല അപ്പം സഞ്ജുവിന് വിക്കറ്റാണ്. ഇപ്പോൾ ഹസരംഗയൊന്നും പുള്ളിക്കൊരു വിഷയമല്ല, എല്ലാവരെയും എടുത്ത് തൂക്കി അടിക്കും നല്ല കൃത്യമായിട്ട്.
ഒരു ആത്മവിശ്വാസമായിട്ടുണ്ട്. എന്തായാലും ഈ വരുന്ന ഞായറാഴ്ച 8-ാം തീയതി നമ്മുടെ ഫൈനലാണ്. ഇന്ത്യൻ ടീം റെഡിയാണ്. ഇന്ത്യൻ ടീം സന്തുലിതമായിട്ടുണ്ട്. കാരണം വെസ്റ്റ് ഇൻഡീസുമായിട്ട് കളിക്കുന്നതിന് വരെ ഇന്ത്യ ഒരു ഒത്തിണക്കമില്ലായിരുന്നു. വെസ്റ്റ് ഇൻഡീസിന് ശേഷം ഇന്നലെ സത്യത്തിൽ ടീം ഗെയിമാണ് നടന്നത് അല്ലേ? ഇന്നലെ ടീം ഗെയിമാണ്, മികച്ച ഫീൽഡിംഗ് ആയിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് പൊരുതി. ഒന്നാമത്തെ കാര്യം ഇത്രയും വലിയൊരു ടോട്ടൽ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചത്. അതിന് നമ്മൾ ശരിക്കും ഹാർദിക് പാണ്ഡ്യയോടും ശിവൻ ദുബൈയോടും നന്ദി പറയണം. അതുപോലെ തിലക് വർമ്മ 2-3 ബോൾ നല്ല സിക്സും അടിച്ച് അയാൾ നല്ല കളി കളിച്ചിട്ടാണ്. അതെ, അദ്ദേഹം വന്ന് ശരിക്കും ശിവൻ ദുബൈ തിലക് വർമ്മയുടെ സ്പോട്ട് അതാണ്. ഈ സ്പോട്ട് തിരിച്ചറിയാണ് ഇയാൾ 1 ഡൗൺ വിട്ടുകൊണ്ടിരുന്നത്. അയാൾ അപ്പോഴാണ് പ്രശ്നമായത്. അയാൾക്ക് 1 ഡൗൺ കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു കളിയിലും മറ്റോ അയാൾ 1 ഡൗൺ ഇറങ്ങി 2 സെഞ്ചുറി അടിച്ചു, 2 കളിയിൽ 2 സെഞ്ചുറി അടിച്ചു. പക്ഷേ അയാളുടെ ശരിക്കുള്ള സ്പോട്ട് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്പോട്ടാണ്. കറക്റ്റാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. മാത്രമല്ല വിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീയുമാണ്. ഇത് ആദ്യം വരുമ്പോൾ അയാൾ ഇത് ആങ്കർ ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. എന്തായാലും ഇന്ത്യൻ ടീം സെറ്റാണ്. ഈ വരുന്ന ഫൈനലിൽ എന്തായാലും ഇന്ത്യക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട്. ഈ കപ്പും ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഇരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ കളി കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കും.